ഓം നമ ശിവായ. നമസ്കാരം. ദേവാർപ്പണത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രം എന്നറിയപ്പെടുന്ന അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം തുടങ്ങി. അവിടെ എത്തുന്ന ഭക്തർ പ്രസാദമായി ഭക്താദരപൂർവ്വം വാങ്ങുന്ന ഓടപ്പൂവ് വയ്ക്കേണ്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. ഭക്തിയോടുകൂടി വീട്ടിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് ഓടപ്പൂവ്. വാസ്തു, ശനി, രാഹുകേതു ദോഷങ്ങളകറ്റാൻ ഓടപ്പൂവ് വയ്ക്കേണ്ട സ്ഥാനം ഏതാണെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ ക്ഷേത്രത്തിനെ പറ്റി ഒന്ന് പറയാം. ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രമാണ് ഇത്. എല്ലാ ക്ഷേത്രത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രകൃതിയുടെ ഉത്സവം തന്നെയാണെന്ന് പറയാം. കൊട്ടിയൂരിലെ ഇരുണ്ട ഇടതൂർന്ന വനങ്ങളിൽ മഴക്കാലത്ത് ആചാരപരമായ ആചാരങ്ങളുമായി പ്രകൃതി മാതാവ് ഒന്നിക്കുന്ന മഹത്തായ ഒരു ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ആധ്യാത്മികതയിൽ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയങ്ങളോടെയും ആനന്ദത്താൽ പ്രകാശപൂരിതമായ മനസ്സുകളുടെയും ആയിരങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണിത്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം. മഴക്കാലത്തെ മനോഹരമായ വനമേഖലയുടെ മടിത്തട്ടിലാണ് ഉത്സവം നടക്കുന്നത് എന്നതിനാൽ വൈശാഖ ഉത്സവം തീർച്ചയായും ഒരു പ്രകൃതിയുടെ ഉത്സവം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണം. ഓടപ്പൂവിനെ കുറിച്ച് പറയാം. വെള്ള നിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമരം പോലെ ആളുകളെ വളരെയധികം ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണീയതയ്ക്ക് അപ്പുറം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം ഇത് വിധിപ്രകാരം സ്ഥാപിക്കുന്നു. ഇത് വീടുകളിൽ എവിടെയാണ് സ്ഥാപിക്കേണ്ടതെന്ന് പറയാം. അതായത് പ്രധാന വാതിലിന് മുന്നിലായി ഇത് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ആ വാതിലിന് മുന്നിലായി സ്ഥാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വാസ്തുദോഷം, പിന്നെ ഗുളികദോഷം, ശനിദോഷം, രാഹുകേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുക. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഓടപ്പൂവിന് പിന്നിൽ വിശാലമായ ഒരു ഐതിഹ്യ കഥ കൂടിയുണ്ട്. അതും കൂടി ഞാനിവിടെ പറയാം. ഓടപ്പൂവിനെ മുനിയുടെ താടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പരമശിവന്റെ ഭാര്യ സതിയുടെ പിതാവായിരുന്നു ദക്ഷൻ. ഒരിക്കൽ യജ്ഞവേദിയിൽ എത്തിയ ദക്ഷനെ മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി. എന്നാൽ പരമശിവൻ ഇരുന്നിടത്തു നിന്ന് അനങ്ങിയില്ല. ഇത് ദക്ഷനിൽ ദേഷ്യമുണ്ടാക്കി. ദക്ഷൻ സദസ്സിൽ വെച്ച് ശിവനെ നിന്ദിച്ചു. കോപാകുലനായ പരമശിവൻ ദക്ഷൻ ആടിൻ്റെ മുഖമായി നടക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ദക്ഷൻ തൻ്റെ ശാപമുക്തിക്ക് വേണ്ടി ബൃഹസ്പതി സവം എന്ന യാഗം ആരംഭിച്ചു. ലോകത്തെ മഹാത്മാക്കളെയും ദക്ഷൻ ക്ഷണിച്ചു. ഇതറിഞ്ഞ സതി ശിവന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ എത്തി. എന്നാൽ യജ്ഞശാലയിലെത്തിയ സതിയെ ദക്ഷൻ ഗൗനിച്ചില്ല. അച്ഛനിൽ നിന്ന് തനിക്ക് ഏറ്റവും അപമാനം സതി ക്ഷമിച്ചെങ്കിലും യജ്ഞത്തിലെ ഹവിർഭാഗം തൻ്റെ ഭർത്താവിന് വയ്ക്കാത്തതിനാൽ സതി അത്യന്തം കോപാകുലയായി. ഭർത്താവിനെ വാക്ക് ധിക്കരിച്ചു വന്ന് അപമാനം ഏൽക്കേണ്ടി വന്ന സതി യക്ഷന്റെ യാഗാഗ്നിയിൽ ചാടി ജീവൻ ത്യജിച്ചു. ഇതറിഞ്ഞ ശിവൻ കോപത്തോടെ തൻ്റെ ജഡ നിലത്തടിച്ചു. തൽക്ഷണം വീരഭദ്രർ പ്രത്യക്ഷപ്പെട്ടു. വീരഭദ്രർ യാഗശാലയിലെ പ്രജാപതിമാരെയും ആക്രമിച്ചു. യജ്ഞശാല പാടെ തകർത്ത വീരഭദ്രർ യജ്ഞാചാര്യൻ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്ത് എറിഞ്ഞു. കൊട്ടിയൂരിലെ തിരുവൻചിറയിലാണ് താടി വന്നു വീണത്. ഇത്തരത്തിൽ യാഗസ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന സങ്കല്പത്തിലുമാണ് ഭക്തർ ഓടപ്പൂക്കൾ പ്രസാദമായി കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലൊന്ന് പോവുക. എല്ലാവർക്കും പോവാനുള്ള അവസരം ഉണ്ടാകട്ടെ. എല്ലാ ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ്
ആചാരങ്ങളും വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രവും കൂടിയാണിത്. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹവും പോയി കാണാനും ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.